വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വേവ് മോഷൻ തരംഗ ചലനം എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നും അടിപൊളിയായിട്ടുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ്. 20 മാർക്സിനാണ് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ കുട്ടികൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. അവിടെ ഞാൻ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് സ്വയം എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് വേണം കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പൊ തെറ്റിപ്പോയാൽ ഒരു പ്രശ്നമില്ല മക്കളെ. നിങ്ങൾ ഇനി ആ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന സമയത്ത് തെറ്റിക്കാതിരുന്നാൽ മതി. ആ ഒരു ഉദ്ദേശം മാത്രമേ ഇവിടെയുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, വേഗം നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് അങ്ങോട്ട് പോവാം അല്ലേ. അപ്പൊ നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റീഡ് ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഒന്നാമത്തേത് വായിച്ചിട്ട് രണ്ടാമത്തെ പദജോടി അല്ലെ, രണ്ടാമത്തെ ജോഡി പൂരിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് മൊമെന്റത്തിന്റെ കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. എന്താണ് മൊമെന്റത്തിന്റെ കിലോഗ്രാം? മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ, കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ് എന്ന് പറയുന്നത്. സോ ചോദിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താണെന്നാണ് അല്ലെ. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആരും മറക്കണ്ട. എന്താണ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ്? ഹെഡ്സ് അല്ലെ. HZ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഹെഡ്സ് തന്നെ പറയട്ടെ. നമ്മൾ മലയാളം മീഡിയം കുട്ടികൾ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ. ഓക്കെ, നെക്സ്റ്റ് മൊമെന്റം സമം മാസ് ഇൻറ്റു വെലോസിറ്റി MV എന്ന് തന്നിട്ടുണ്ട്. സോ ഫ്രീക്വൻസി എന്താണെന്ന് അല്ലെ, ഫ്രീക്വൻസി നമ്മൾ F എന്ന് എഴുതാറ്. F സമം N/T. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറയും നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെ. ടൈം എന്ന് പറയുന്നതോ സമയം. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും എന്താണെടാ, തന്നിരിക്കുന്ന ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന സമയം അല്ലെ. അതാണ് F = N/T എന്ന് പറയുന്നത് കേട്ടോ. കമ്പനങ്ങളുടെ അല്ലെങ്കിൽ വൈബ്രേഷൻസിന്റെ എണ്ണത്തിനെ അതിനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇറ്റ്സ് എ റിയലി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇത് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ, നോക്കാം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. നെക്സ്റ്റ് പിച്ച്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. പിച്ച് നമുക്കറിയാം അല്ലെ, ഫ്രീക്വൻസിയാണ് പിച്ചിന്റെ കാരണക്കാരൻ. ഓക്കെ, അപ്പൊ ലൗഡ്നെസിന്റെ കാരണം അല്ലെ, ലൗഡ്നെസിന്റെ ആ ഒരു പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാക്കിയ മക്കളെ, ആംപ്ലിറ്റ്യൂഡ്. അത് നമ്മൾ മലയാളത്തിൽ പറയും എന്താണ്? ആയതി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തെറ്റിക്കാറുണ്ട് കുട്ടികൾ. സോ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിട്ട് എല്ലാവരും അവനവന് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയോ, താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. ഓരോ മാർക്ക് വീതമാണ്. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? 100, 2000, 10,000, 25,000. 25,000 ആണല്ലേ പെടാത്തത്. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം, 20 ഹെഡ്സിൻ്റെയും അല്ലെ 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ട്സ് മാത്രമേ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലെ. 20 ഹെഡ്സ് താഴെയുള്ള സൗണ്ട്സ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്നും 20,000 ഹെഡ്സിന് മുകളിലുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ട്സ് നമ്മൾ പറയും അൾട്രാസോണിക് സൗണ്ട്സ് എന്നും പറയൂലേ. ഈ രണ്ട് സൗണ്ട്സ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള സൗണ്ട്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഇതിലോട്ടൊക്കെ നോക്കിയേ, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. 25,000 ഹെഡ്സ് ഉള്ള അല്ലെ, ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള സൗണ്ട്സ് നമുക്കത് കേൾക്കാൻ പറ്റില്ല. അത് അൾട്രാസോണിക് സൗണ്ടാണ്, കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതാണ് കൂട്ടത്തിൽ പെടാത്ത ആൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയോ, if a swing completes 10 oscillations in 15 seconds, calculate its frequency. നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയില്ലടാ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ആ സംഭവമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു ഊഞ്ഞാല് 15 സെക്കൻഡ് കൊണ്ട് 10 ദോലനം അല്ലെങ്കിൽ 10 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വളരെ സിമ്പിളാണ്, കാരണം ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ F = N/T എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്താൽ മതി. N എന്ന് പറഞ്ഞാൽ എന്താണെടാ, വൈബ്രേഷൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഓസിലേഷൻസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണടാ, അത് എത്രയായിരുന്നു നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. N എത്രയാണടാ? 10. അതിനെടുത്ത സമയം എന്ന് പറയുന്നത് 15 സെക്കൻഡ് ആണ്. സോ F കണ്ടുപിടിക്കാൻ 10/15 ചെയ്താൽ മതി അല്ലേ. സിമ്പിൾ അല്ലേ, 10/15 ചെയ്താൽ മതി അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. 1.5 ഹെഡ്സ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കാണ്. ഇത് ഫുള്ള് കറക്റ്റ് ആയാലും നിങ്ങൾക്ക് കിട്ടുക. ഒരു വേവ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ABC അല്ലെ. മലയാളം മീഡിയം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? ഈ വേവിന്റെ ആയതി എത്ര? എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്? മനസ്സിലായിക്കോ മക്കളെ.
ഇവിടെ നിന്നും ഇതാണ് നമ്മളുടെ തുലന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ പറയും മീൻ പൊസിഷൻ എന്നൊക്കെ ഇതിനെ പറയാം. ഇവിടെ നിന്നും ഈ വേവിന് എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഹൈറ്റ് എവിടെയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെയാണെങ്കിൽ അല്ലേ മാക്സിമം ഹൈറ്റ് ട്രാവൽഡ് ബൈ ദി വേവ്, അതാണ് നമ്മളുടെ എന്ത് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറഞ്ഞത്. കണ്ടുപിടിക്കാൻ അത് എത്ര എന്ന് കാണണമെങ്കിൽ എന്താ മതി, ഇങ്ങോട്ട് വരച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടും. 2 സെൻറ്റിമീറ്റർ എന്നാണല്ലേ, ഇവിടെ 2 സെൻറ്റിമീറ്റർ. സിമ്പിളാണ് അല്ലേ, സിമ്പിളാണ്. ഓക്കെ, ഇവിടെ ആണെങ്കിലും 2 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, ഇവിടെ അതുപോലെ തന്നെ 1, ഇവിടെ 2, അപ്പോൾ 2 സെൻറ്റിമീറ്റർ. സിമ്പിൾ. ഓക്കെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ, ഒരേപോലത്തെ വേവ് അല്ലേ കിടക്കുന്നത്. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദി വേവ് ലെങ്ത്? ഇതിൻ്റെ തരംഗ ദൈർഘ്യം എത്ര? എന്താണ് ആ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു വേവ് ഒരു വൈബ്രേഷന് വേണ്ടി സഞ്ചരിച്ച ദൂരമാണ് ഒരു തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കണ്ടുപിടിച്ചോ മക്കളെ? നമുക്കറിയാം ഇതാണ് നമ്മളുടെ വേവ് അല്ലേ, ഇതാണ് നമ്മളുടെ വേവ്. അപ്പോൾ ഒരു വൈബ്രേഷൻ എടുത്ത ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ഒരു വൈബ്രേഷൻ മക്കളെ? മനസ്സിലായിക്കോ, ഈ മുകളിലുള്ള ആളാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്, ശൃംഖം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. താഴെയുള്ളതാണ് നമ്മളുടെ ട്രഫ്, എന്താണെടാ ഗർത്തം. അപ്പോൾ ഒരു ശൃംഖവും ഒരു ഗർത്തവും ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും അല്ലേ ഇവിടെ എടുത്താൽ അതെടുത്തിട്ടുള്ള ദൂരം എത്ര നോക്കിയ മക്കളെ? ഇതല്ലേ ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്, വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ 0യും ലാസ്റ്റ് എത്ര 8ഉം. അപ്പോൾ എത്രയാ നമ്മളുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? 8 മീറ്റർ എന്നാണ്, 8 മീറ്റർ. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടെക്നിക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? വേവ് ലെങ്ത് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ട്രഫ് ഓർ കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ക്രസ്റ്റിൻ്റെ ആണെങ്കിൽ ഇതാണ് 2 ക്രസ്റ്റ്, അടുത്തടുത്ത 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരമാണ് മക്കളെ നോക്കുന്നതെങ്കിൽ ഇതാണ് അല്ലേ 2 ക്രസ്റ്റുകളെ. ഇവർ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കുന്നത് ഇതാ മതി. ഇവിടുത്തെ വാല്യൂ എത്ര നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ 20ഉം ഇവിടെ 16, അപ്പോൾ അതിൻ്റെ നടുവിൽ എത്രയായിരിക്കടാ? 18 ഉണ്ടാവും അല്ലേ. ഇവിടെ 12 കൊണ്ട് ഇവിടെ 8 ഉണ്ടാവും. അവരുടെ നടുവിൽ ആരെ ഉണ്ടാവുക? 10 ഉണ്ടാവും അല്ലേ. സോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 18 - 10 = 8 മീറ്റർ. എങ്ങനെ ചെയ്താലും ഒന്ന് തന്നെയാണ് കിട്ടുക. ഏത് ടെക്നിക്ക് വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കുക കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊക്കെ ചെയ്യാറ് ഇങ്ങനെ ചെയ്താൽ മതി. ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്, തുടക്കം മുതൽ അങ്ങോട്ട് കിട്ടും അല്ലേ. വെരി ഗുഡ്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും 8 മീറ്റർ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ടുക്ക് 0.2 സെക്കൻഡ് ടു റീച്ച് എയിലെത്താൻ അത് 0.2 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തരംഗത്തിന്റെ ആവൃത്തി കണക്കാക്കാനാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒരുപാട് ക്വസ്റ്റ്യൻസിന് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ ശ്രദ്ധിച്ചോ, ഫ്രീക്വൻസി എഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, F = N/T. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെ, എത്രത്തോളം ചലനങ്ങൾ എത്രത്തോളം കമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് N എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ അതിനടുത്ത സമയം. സോ A വരെ 0.2 സെക്കൻഡ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള കമ്പനങ്ങളുടെ അല്ലെങ്കിൽ വൈബ്രേഷൻസിന്റെ എണ്ണം നോക്കും മക്കളെ. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്ന്. അപ്പോൾ ഇത് 1, 2, 3. അപ്പോൾ N നമുക്ക് എത്ര കിട്ടിയടാ? N = നമുക്ക് കിട്ടും സിമ്പിളായിട്ട് N = 3. T നമുക്ക് തന്നിട്ടുണ്ട് 0.2 ആണ്. സോ F = എന്ത് ചെയ്താൽ മതി? 3/0.2 ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വാല്യൂ ഒന്നിനും മാറ്റം വരില്ല. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കിയേ. 3 × 10 = 30. 0.2 × 10 = 2. 30/2 എത്രയാടാ? 15 ഹെഡ്സ്. നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. ഇതിന്റെ തരംഗ വേഗം കണക്കാക്കുക. സ്പീഡ് ഓഫ് ദ വേവ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മക്കളെ. നമുക്കറിയാം, നമുക്ക് F കിട്ടിക്കഴിഞ്ഞു, അത് 15 ഹെഡ്സ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെന്താ? ലാംഡ അല്ലെ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യത്തിനെ നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക, ലാംഡ. അത് വായിക്കുക. അത് 8 മീറ്റർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് V ഒരു ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ, F × ലാംഡ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 × 8 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 120 മീറ്റർ/സെക്കൻഡ്. മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി അല്ലെ, നമ്മുടെ ഇവിടുത്തെ സ്പീഡിന്റെ യൂണിറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് അവിടെ കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടെ മക്കൾ. എന്താണ്? സൗണ്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ അല്ലെ. ശബ്ദപ്രേഷണത്തിന് ഒരു മാധ്യമം ആവശ്യമാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെദർ ദ സൗണ്ട് ട്രാവൽസ്
travels with the same speed through all media. എല്ലാ മാധ്യമങ്ങളിലൂടെയും ശബ്ദം സഞ്ചരിക്കുന്നത് ഒരേ സ്പീഡിലാണോ ചോദിച്ചാൽ നോ, അല്ലേ? നോ. നമുക്കറിയാം ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുക സോളിഡ് ഖരത്തിലാണ്, പിന്നെയാണ് ലിക്വിഡ്, അല്ലെ, ദ്രാവകത്തില്, അത് കഴിഞ്ഞിട്ട് വാതകം, അതായത് ഗ്യാസിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് സൗണ്ട് ഹാസ് മാക്സിമം സ്പീഡ്? മനസ്സിലാക്കിയോ മക്കളെ? നമ്മളിപ്പോൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുള്ളൂ. എവിടെയാണ്? സോളിഡിലാണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ആണ്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് സൗണ്ട് ഹാസ് മിനിമം സ്പീഡ്? ഏറ്റവും കുറവ് സ്പീഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വാതകം അല്ലെങ്കിൽ ഗ്യാസിലാണ്. വാട്ട് ഹാപ്പൻസ് ടു സ്പീഡ് ഓഫ് സൗണ്ട് വെൻ ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയം ഇൻക്രീസസ്? മാധ്യമത്തിലെ താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. ഇൻക്രീസസ്, കൂടുന്നു എന്ന് വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. അൾട്രാസോണിക് സൗണ്ട്സ് ഈസ് എ സൗണ്ട് വേവ് ഹാവിംഗ് ഫ്രീക്വൻസി അബൌട്ട് 20,000 ഹെർട്സ്, അല്ലേ? 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദത്തെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, അൾട്രാസോണിക് തരംഗങ്ങളെ കൊണ്ടുള്ള 3 ഉപയോഗങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? സോ 3 ഉപയോഗങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമുക്ക് കേൾക്കാൻ പറ്റാത്ത ബാറ്റിനൊക്കെ, അല്ലേ, വവ്വാലുകൾക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്സ് ആണ്. കാരണം ഇവരുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20,000 ഹെർട്സിനും മുകളിലാണ്, അല്ലേ? സോ അതിന് കുറച്ച് ഉപയോഗങ്ങൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 3 നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. വായിച്ചു നോക്കണേ. ഒന്നും നിങ്ങൾക്ക് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്ലീനിങ് പർപ്പസിന് വേണ്ടി, അല്ലേ, നമുക്കറിയാം ചില മെഷീൻ്റെ പാർട്സൊക്കെ പല പല ഷേപ്പിലായിരിക്കും. നമുക്ക് ബ്രഷ് ഇട്ടൊന്നും അതൊന്നും ചെയ്യാൻ പറ്റില്ല, ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അൾട്രാസോണിക് സൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്? അത് ക്ലീൻ ചെയ്യാറ്, അല്ലേ? നമുക്കറിയാം എന്താണ് ഒരു ക്ലീനിങ് സൊല്യൂഷനിൽ നമ്മൾ ആ സാധനം ഇടും, എന്നിട്ട് എന്ത് ചെയ്യും? ഇത്രയും ഭയങ്കര ഫ്രീക്വൻസിയിലുള്ള, അല്ലേ, വേവ്സ് ആണ് ഈ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ അവരതിലേക്ക് കടത്തി വിടാം. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു മെഷീൻ പാർട്സിലുള്ള ഡസ്റ്റും ഗ്രീസൊക്കെ അങ്ങനെ റിമൂവ് ആവും. നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അൾട്രാസോണിക് സൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ECG പർപ്പസ്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. കിഡ്നി സ്റ്റോൺസ് ബ്രേക്ക് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ മാർക്ക് ചെയ്ത് വെക്കുക, അവനവൻ്റെ മാർക്ക് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ദ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ഇൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അല്ലേ? തരംഗചലനത്തിൽ മാധ്യമത്തിന്റെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യും. Okay, name the wave in which the particles of the medium vibrate in a direction parallel to the direction of propagation of the wave. സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന, അല്ലെ, തരംഗചലനത്തിന് നമ്മൾ എന്താണ് പേര് പറയാന്നാണ് നമ്മൾ ചോദിക്കുക. അത്തരം തരംഗങ്ങളെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചോദിച്ചാൽ നമ്മൾ പഠിച്ച കാര്യമാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, അല്ലേ? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് മലയാളത്തിൽ പറയും അനുദൈർഘ്യ തരംഗം എന്ന്, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ സച്ച് ടൈപ്പ് ഓഫ് വേവ്സ്. ഈ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമുക്ക് സൗണ്ട് വേവ് അത് കൊടുക്കാൻ പറ്റും, അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പ്രിങ് ഉണ്ടല്ലോ, സ്പ്രിങ്ങിൻ്റെ ചലനമൊക്കെ, മോഷനൊക്കെ എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ വേവിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സച്ച് ടൈപ്പ് ഓഫ് വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, നമ്മളോട് ചോദിക്കുകയാണ് ഇത്തരം തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 തരം വേവ്സ് ഉണ്ട്, അല്ലേ? എന്തൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂണൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂണൽ വേവ്സും തമ്മിലുള്ള വ്യത്യാസം. സോ വായിച്ചു നോക്കുക. നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ എന്താണ്? ഈ പാർട്ടിക്കിൾസ് എന്താണ്, അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? വൈബ്രേറ്റ് ചെയ്യുന്നത്. നോക്കിയോ, ഡെഫിനിഷൻ ഇവിടെയുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ക്രസ്റ്റും ഇത് ട്രഫും ആണ്, അല്ലേ? എന്നാൽ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിലാണെങ്കിൽ നോക്കിയടാ, പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്, അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കണ്ടോ ഈ അടുത്തല്ലേ, ഭയങ്കര കട്ടിയുള്ള, അതിനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയും. അതായത് പാർട്ടിക്കിൾസ് ഒക്കെ അടുത്തടുത്ത് ഹൈ പ്രഷർ റീജിയൻ ആണ്, അതാണ് കംപ്രഷൻ റീജിയൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ വിട്ട് കണ്ടോ, അതാണ് റാരിഫാക്ഷൻ. വളരെ ഡെൻസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും പാർട്ടിക്കിളൊക്കെ, അല്ലേ? അത്രയും അടുത്തൊന്നുമല്ല. ഓക്കെ, മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എൻ്റെ മക്കളെല്ലാവരും ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള ഓർമ്മ വേണം. സോ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? മാർക്കുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെ മാർക്ക് കിട്ടിയത് കാണാൻ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും സന്തോഷമാണ്, കാരണം നിങ്ങളത് ട്രൈ ചെയ്തെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കണ്ടു ഒരുപാട് പേര്
വേവ് മോഷൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം യൂണിറ്റ് ടെസ്റ്റുമായിട്ട് വന്നത്. സോ ബൈ, താങ്ക് യു സോ മച്ച്.